എല്ലാവരും ഒരു ബോധ്യത്തിലിരിക്കുക. എപ്പോഴും വചനം കേൾക്കുമ്പോഴാണെങ്കിലും കൃപാസനത്തിലാണെങ്കിലും ആ ഒരു ബോധ്യം അവബോധം ഉണ്ടാകണം. നമ്മളെ ചിന്ത വേറെ കാര്യത്തെക്കുറിച്ചോ സങ്കടത്തെക്കുറിച്ചോ നിയോഗത്തിനെക്കുറിച്ചോ ആയിരിക്കരുത്. അത് അമ്മയ്ക്കറിയാം, ദൈവത്തിനറിയാം നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിക്കുന്നതിന് മുമ്പേ. അപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടതിന് ഓർത്ത് സന്തോഷിക്കുക. ഞാൻ അമ്മയുടെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. അത് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു അവബോധം ഉണ്ടാകണം. ഞാൻ എൻ്റെ ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അകന്നിരുന്ന് ഞാൻ ദൈവമായിട്ട് അടുക്കാൻ വന്നിരിക്കുക. എൻ്റെ അച്ഛനെ കാണാൻ വന്നിരിക്കുക, അച്ഛനായിട്ട് അടുക്കാൻ വന്നിരിക്കുക. ഒരു അവബോധം എപ്പോഴും ഉണ്ടാകണം. ഇല്ലാതെ എൻ്റെ നിയോഗം നടന്നു കിട്ടണം, അത് മാത്രം ആകരുത്. അതില്ല ഉടമ്പടി. ദൈവം നമ്മളെ വിളിക്കുന്ന വിളിയാണ് ഈ ഉടമ്പടി. നമുക്കിവിടെ കൃപാസനത്തിൽ തന്നത്, അമ്മ തന്നത്, മക്കളൊക്കെ അച്ഛനും അമ്മയായിട്ട് അകന്ന് നിൽക്കുക, ദൈവമായിട്ട് അകന്ന് നിൽക്കുക. അവരെ തിരിച്ച് വിളിക്കുന്നതിൻ്റെ ഭാഗമായത്. ഇത് സ്നേഹമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് വെളിപ്പെടുത്തി കിട്ടാനാണ്, നിങ്ങൾക്കത് അനുഭവമായിട്ട് മാറാനാണ് നിങ്ങൾ ഉടമ്പടി എടുക്കുക. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. അപ്പോൾ ഈ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ കാരുണ്യം, നിങ്ങൾക്ക് കിട്ടുന്ന ഈ അനുഭവം മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കടമയാണത്. ഒരാളെങ്കിലും നിങ്ങൾ ഉടമ്പടി പറഞ്ഞ് അവരെ കൊണ്ടുവരണം, ദൈവമായിട്ട് അടുപ്പിക്കണം. അതാണ് ആത്മാവിൻ്റെ രക്ഷ. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്തോഷമാണ്. അതിന് നിങ്ങൾ ഉപകരണമായിട്ട് മാറണം. അതിന് എപ്പോഴും പ്രാർത്ഥിക്കണം. എനിക്കറിയാം, എൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ ഇവിടെ മുമ്പിലിരിക്കുക, ക്ലമൻ്റ് ആണെങ്കിൽ പോലും ഒരാളാണെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വഴി അറിയില്ലെന്ന് പറഞ്ഞ് ട്രെയിൻ ടിക്കറ്റ് കൊടുത്ത് അവിടെ നിന്ന് അവരുടെ കൂടെ ഇങ്ങോട്ട് വരും. പലപ്പോഴും പലവരും വരുമായിരിക്കാം, പക്ഷേ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും സന്തോഷമായിരിക്കണം, ദുഃഖിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ പാവമാണ് സങ്കടത്തിലിരിക്കുന്നത്, തന്നെ പാവമാണ്. ദൈവമായിട്ട് ഒരു അവബോധമില്ലാത്തതാണ്, ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തതാണ് ഏറ്റവും വലിയ പാവം. പിശാച് പ്രവർത്തിക്കുന്നത് അതാണ്. ദൈവത്തെക്കൊണ്ട് എല്ലാം സാധ്യമാണ്, അസാധ്യം ഒന്നും തന്നെ ഇല്ല. ആ ഒരു അവബോധം ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് നല്ല വിശ്വാസം ഉണ്ടാകും. അതാണ് വിശ്വാസം. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരാൾക്ക് അത് കണക്കുകൂട്ടിയൊന്നും നോക്കാൻ പറ്റില്ല. നമ്മളെ ബുദ്ധിക്ക് അത് ഒന്നും ആലോചിച്ച് എടുക്കാൻ പറ്റില്ല. ഈ പ്രശ്നത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുക? എൻ്റെ അവസ്ഥ ഇന്ന് ഇതാണല്ലോ, എൻ്റെ അവസ്ഥ ഇതെങ്ങനെ മാറും? എങ്ങനെ ആലോചിച്ചിട്ടും ഇതിൽ അഥവാ പലപ്പോഴും നമുക്ക് തോന്നും ഇതിലെങ്ങനെയായിരിക്കും ദൈവം പ്രവർത്തിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തും, ഇങ്ങനെ ആയിരിക്കണം എന്നാലേ രക്ഷയുള്ളൂ. പിന്നെ നമ്മൾ തന്നെ ഒരു തീരുമാനത്തിലെത്തും, ഇതൊന്നും സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തകൻ 13:41 ഹബക്കൂക്ക് 1:5 അതിൽ നോക്കുകയാണെങ്കിൽ ദൈവം പറയുകയാണ്, എൻ്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് ആലോചിച്ച് നോക്കാൻ സാധിക്കില്ല. നീ വല്ലവരും പറഞ്ഞാൽ പോലും നിനക്ക് ആരും വിശ്വസിക്കില്ല, നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലത്തെ പ്രവൃത്തിയാണ് ദൈവം നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. എൻ്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ദൈവം മതിയായവനാണ്, അവനെക്കൊണ്ട് എല്ലാം സാധ്യമാണ്, അവനെക്കൊണ്ട് അസാധ്യം ഒന്നും തന്നെയില്ല. അത് ആദ്യം ഉറപ്പിക്കുക, മനസ്സിൽ ആ കാര്യം ആദ്യം അങ്ങോട്ട് ഉറപ്പിക്കുക. ഇത് എനിക്ക്
എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ പാവിയാണ്, ഇല്ലേ എനിക്കതിൻ്റെ കഴിവില്ല, യോഗ്യതയില്ലെന്നൊക്കെ പിശാച് തോന്നിപ്പിക്കും. കഴിവില്ല, യോഗ്യതയില്ല, അവർക്കാണ് കരുണ ലഭിക്കാനുള്ള യോഗ്യത. ദൈവം കരുണയുള്ളവനാണ്. നിൻ്റെ യോഗ്യത തന്നെ അതാണ്. നിനക്ക് നിൻ്റെ പാവത്തെക്കുറിച്ചുള്ള ഒരു അവബോധവും അത് അനുദപിക്കാനുള്ളൊരു മനസ്സും, അതാണ് നിൻ്റെ യോഗ്യത. നിനക്ക് എന്തൊക്കെ യോഗ്യതയില്ലെന്ന് നീ വിചാരിക്കുന്നോ അതാണ് ദൈവം കരുണ ലഭിക്കാനുള്ള യോഗ്യത. അതാദ്യം മനസ്സിലാക്കണം. ഇല്ലാതെ ഞാൻ പലപ്പോഴും വിചാരിക്കുക അതൊക്കെ ദിവസവും ഇതുപോലെ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കാണ് ഞാൻ എന്തോരം പാവം ചെയ്തിട്ടുണ്ട്. അതൊന്നുമില്ല. നീ ഒന്ന് അനുദപിച്ചാൽ മതി, അനുദപിച്ചാൽ മാത്രം മതി. എൻ്റെ അപ്പ പിതാവേന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി. അതിനാണ് ദൈവം കാത്തിരിക്കുന്നത്. അതിനാണ് ഉടമ്പടിയും ദൈവത്തിൻ്റെ വിളിയായത്. ഇതാദ്യം വിളങ്ങണി വെച്ച് ഈ മെസ്സേജ് കിട്ടിയപ്പോൾ അത് ഉടമ്പടി, ഞാൻ പറഞ്ഞത് കോൺട്രാക്റ്റ് എന്നാണ് പറഞ്ഞത്, എഗ്രിമെൻറ്റ്. അപ്പോൾ അച്ഛനാ പറഞ്ഞത് ഉടമ്പടിയാണെന്ന്. പക്ഷെ അതിന്ന് ബോധ്യമായി, അത് കൺഫേമായി. ഇത്രയും ആൾക്കാരെ വിളിച്ചിരിക്കുക ദൈവം. അത് അന്ന് വിളിയായിരുന്നു, എല്ലാവരെയും സ്വന്തമാക്കാനുള്ളൊരു വിളിയാണ്. ആ ഒരു അവബോധം നമുക്കുണ്ടാകണം. പിന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ സാധിക്കില്ല, കണക്കൂട്ടാൻ സാധിക്കില്ല എന്താണെന്ന്. അതുതന്നെയാണ് അപ്പോസ്തലപ്രവർത്തനം 13:41 പറയണത്. നമുക്ക് 1:5 പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാലും ആരോടെങ്കിലും പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. ഇതെല്ലാം അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ചെറിയ വ്യത്യാസം പോലും അതിലുണ്ടാകില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ വചനമൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു ദിവസം എൻ്റെ ഹോട്ടൽ, കോയമ്പത്തൂർ ഹോട്ടലിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ട്. ഒരു 15 കൊല്ലമായിട്ട് അവനെ ഞാൻ കാണാതെ, അന്ന് ആദ്യമായിട്ട് കാണുന്നത്, ഷാജി എന്ന് പറഞ്ഞ അയാളുടെ പേര്. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവനും ഓടി വന്നു. ഹോട്ടലിൻ്റെ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഓടി വന്ന്. 15 കൊല്ലമായി ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് താമസിച്ച ആളാണ്. ഞങ്ങൾ അന്ന് താമസിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ കുടിൽ പോലെ ഒരു ആസ്പെറ്റോസിട്ട ഒരു വീടാണ്, ചെറുതായിട്ട്. അപ്പോൾ സാധാരണ കൂട്ടുകാരാ എൻ്റെ കൂടെ നടക്കുന്നവനാണ് അന്ന്. അത് കഴിഞ്ഞിട്ട് അവനെ കണ്ടിട്ടില്ല. അങ്ങ് അവിടെ നിന്ന് മാറി ഒക്കെ പോയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ആ ഫോൺ നമ്പറൊന്നുമില്ല. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്, 15-20 കൊല്ലം മുമ്പ്. അപ്പോൾ അവൻ എന്നെ കണ്ട ഉടനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വാ നമ്മളെ ഹോട്ടലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ക്യാബിനിലേക്ക്, ഫ്രണ്ട് റൂമിൽ തന്നെയാണ് എൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവൻ ഉടനെ എന്നോട് പറയുക, എടാ നീ രക്ഷപ്പെട്ടല്ലോ, നിനക്ക് നല്ലൊരു ജോലി കിട്ടിയല്ലേ. എന്നോട് പറയാ, ഇവിടെ മാനേജറിൻ്റെ ജോലി കിട്ടിയല്ലേ എന്ന്. അപ്പോൾ ഞാൻ അവനോട് പറയുക, ഇല്ല, ഇതെൻ്റെ സ്വന്തം ഹോട്ടലാണെന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് അവൻ വിശ്വസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ ഇരുന്ന അവസ്ഥ, എൻ്റെ അവസ്ഥ, ഞങ്ങൾ തമ്മിൽ പോയ അവസ്ഥ, ഒരു ചായ വാങ്ങിക്കാനുള്ള കാശില്ലാത്ത അവസ്ഥയായിരുന്നു അന്നൊക്കെ. ഒരു 10-25 പൈസ തയ്ച്ചെടുക്കാൻ സാധിക്കില്ല. അന്നത്തെ അവസ്ഥയിൽ കണ്ടവനവൻ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മളെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ആലോചിച്ച് നോക്കാൻ സാധിക്കില്ല ഇതെങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുകയെന്ന്. ചില പ്രശ്നങ്ങളിൽ നമ്മൾ പട്ടുപോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാമെന്ന് നമുക്കറിയില്ല. പക്ഷേ ദൈവം അത് ഭംഗിയായിട്ട് അത് പ്രവർത്തിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ സംശയിക്കരുത്. ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ സംശയിക്കുമ്പോൾ നമ്മളെ വിശ്വാസം ചോർന്നു പോകും. ദൈവാനുഭവം നമുക്ക് കിട്ടാതെ വരും. ദൈവത്തിന് നമ്മളോട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ പ്രവൃത്തി, ഒരു പ്രവൃത്തി ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു.
അവൻ വിശ്വസിച്ചില്ല. കുറേ സമയമെടുത്ത്. പിന്നെ അവനെ ഞാൻ മാതാവിനെ കാണിച്ചു കൊടുത്ത്. അത് അവിടെ ചോദിക്കണം മാതാവിനോട്, എൻ്റെ അവസ്ഥ മാറ്റിയത് മാതാവാണെന്ന്. എന്നിട്ട് അവനിക്ക് ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ വിശ്വസിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ എനിക്കൊരു വീടുണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ തന്നെ. ഇനിയൊരു വീടുണ്ട്, അതും വലിയ വീടാണ്. അത് ഞാനൊരു വാടകയ്ക്ക് കൊടുത്ത്, വെറുതെ കിടക്കാനുള്ളതെന്ന് പറഞ്ഞ് വാടകയ്ക്ക് കൊടുത്ത്. അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ വന്നില്ല. അപ്പോൾ ഒരാൾ താമസിച്ചോട്ടെ, ഇല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, ഇവരാണെങ്കിൽ ക്ലീനായിട്ട് വെക്കുമെന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു കുടുംബത്തിന് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് അത് 35 ലക്ഷം രൂപയ്ക്ക് വിൽക്കേണ്ട വീടാണ്. ഞാൻ കോയമ്പത്തൂരുമാണ്. ഞാൻ ബ്രോക്കർ വഴി ആളെ വിടുമ്പോഴത്തേക്കും അത് ഈ താമസിക്കുന്ന അയാൾ ആകെ പറഞ്ഞ് 11 മാസത്തേക്കാണ് ഇങ്ങനെ വേറെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ് അങ്ങ് മാറിക്കോളാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇയാൾ ആളെ പറഞ്ഞു വിടും, ഇത് ഞങ്ങൾ കാലിയൊന്നും ആക്കാൻ പോകില്ല, ഇത് ഞങ്ങൾ വാടകയ്ക്ക് അഡ്വാൻസ് കൊടുത്ത്, അത് വീടിന് അഡ്വാൻസ് കൊടുത്തതായിട്ടാണ്, ഇത് ഞാൻ വാങ്ങിക്കാൻ പോയാണ്. ഞങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചെന്ന്. 35 ലക്ഷത്തിന് ആളെ ഞാൻ പറഞ്ഞു വിട്ട പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ബ്രോക്കർ എന്നെ വിളിച്ച് പറഞ്ഞ്, ഞാൻ ഫോണിൽ കൂടെ പുള്ളിയെ ചോദിക്കുമ്പോൾ, ഇത് ഈ വീടൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ല, 35 ലക്ഷമൊന്നും പോകില്ല, 25 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ എനിക്ക് വീടൊക്കെ പണിയട്ടെ, എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ നോക്കാം, അതിപ്പോൾ കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞ് ഞാൻ വയ്ക്കുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്ത് കളയും. പ്രൈസ് ദി ലോർഡ്. എനിക്കാണെങ്കിൽ നല്ല ബിസിയോ ആണ്, ഇതിൻ്റെ എന്ത് ചെയ്യണമെന്നറിയില്ല. അഗ്രിമെൻ്റ് എഴുതിപ്പോയി. വക്കീലോട് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രിമെൻ്റ് എഴുതിയില്ല, കേസിന് പോകാം, 5-6 കൊല്ലം എടുക്കുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഒന്നും ചെയ്തില്ല. ഇതുപോലത്തെ കാര്യത്തിന് ഒന്നും ചെയ്യാനില്ല. അവർ കുടുംബമായിട്ട് താമസിക്കുക, 2 മക്കളുമുണ്ട്. എനിക്കാണെങ്കിൽ അത് വിൽക്കുകയും ചെയ്യണം. എന്താ ചെയ്യുക? കുർബാനയ്ക്ക് പോയി സമർപ്പിച്ച്. സമർപ്പണമാണ് ഏറ്റവും വലുത്. ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് സമർപ്പണമാണ്. സമർപ്പിക്കണം. അത് ആ പോയിൻ്റ് നമുക്ക് ഇനി ധ്യാനിക്കാം. അതിന് മുമ്പ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇയാളുടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇയാളത് വയ്ക്കാൻ സാധിക്കില്ല. ഞാൻ സമർപ്പിച്ച് വിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്താ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ മൂത്ത മോളുടെ കല്യാണമാണ്. കല്യാണ വീട്ടുകാരൊക്കെ കൂടി വന്നിട്ടുണ്ട് ഉറപ്പിക്കാനോ എന്തോ കാര്യത്തിൽ. ആ സമയത്ത് അവിടെ എന്തോ കറണ്ട് പോയി, ഫീസിൽ എന്തോ പ്രശ്നമായിട്ട് കറണ്ട് പോയി. ഇയാൾ വീട്ടിൽ ഫംഗ്ഷൻ നടക്കില്ല, അത്യാവശ്യം ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഈ മീറ്റർ ഇല്ലാതെ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത്, ഇലക്ട്രിക് കണക്ഷൻ മീറ്ററിലേക്ക് ഇല്ലാതെ ഡയറക്റ്റ് അങ്ങോട്ട് കൊടുത്തു. അതെന്തോ റിപ്പയറായി, മീറ്ററിന് എന്തോ റിപ്പയറായി. ഇങ്ങനെ കണക്ഷൻ ഡയറക്റ്റ് കൊടുത്തിരിക്കുക, എന്നിട്ട് അവിടെ ഫംഗ്ഷൻ വെച്ചിരിക്കുക. ഇതൊന്നും അത്യാവശ്യമല്ലേ, അവിടെ ജനറേറ്ററൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ കൊടുത്ത്. ഇലക്ട്രീഷ്യൻ പറഞ്ഞായിരിക്കും. ആ സമയം നോക്കി കറക്റ്റായിട്ട് സ്ക്വാഡ് കയറി ആ ഭാഗത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. സ്ക്വാഡ് കയറിയിട്ട് അവിടെ ഇരുന്ന് ആ ഫീസൊക്കെ ഊരി കറണ്ടെല്ലാം കട്ട് ചെയ്ത് നോട്ടീസ് എഴുതിയിട്ട് ഉടമസ്ഥൻ്റെ നമ്പർ ചോദിച്ച്. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തപ്പോഴത്തേക്ക് എന്നെ അവിടെ നിന്ന് സ്ക്വാഡ് വിളിക്കുക, 1 ലക്ഷം രൂപ പെനാൽറ്റി കെട്ടണം, എന്നിട്ട് ഇത് നിങ്ങൾ കറണ്ട് കള്ളത്തരമായിട്ട് കറണ്ട് കെട്ടതാണ്, ഇത് കേസാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പം മനസ്സിലായില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്ത്. എന്നിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞ് വിളിച്ച്, എൻ്റെ അഡ്വാൻസ് ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോയിട്ട് ആ പൈസ കെട്ടിയേക്ക്, എൻ്റെ മോളുടെ ഫംഗ്ഷൻ അവിടെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് കെട്ടിയേക്ക്. അപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. ഞാൻ പറഞ്ഞ്, എനിക്കിപ്പോൾ സമയമില്ല ഇവിടെ നിന്ന് വരാൻ, ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം എടുക്കും ഞാൻ അങ്ങോട്ട് കൊച്ചിക്ക് വരാൻ, കോയമ്പത്തൂർ ഇരുന്ന്, അപ്പം കെട്ടാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇയാൾക്ക് കറണ്ടില്ലാതെ ജീവിക്കാനും സാധിക്കില്ല, അവിടെ പ്രശ്നമാവും. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി താക്കോൽ ഏൽപ്പിച്ചിട്ട് ഇയാൾ കാര്യമാക്കി പോയി. പ്രൈസ് ദി ലോർഡ്. സമർപ്പണമായത്. അപ്പോൾ ഇത് 3 മാസം കഴിഞ്ഞപ്പോൾ 35 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരുന്ന വീട് 55 ലക്ഷം രൂപയ്ക്ക് ഇത് വിറ്റും പോയി. പ്രൈസ് ദി ലോർഡ്. ഇതാണ്
ദൈവമായിട്ടുള്ള സമർപ്പണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും എല്ലാം ചെയ്യും, പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്യും, സമർപ്പിക്കില്ല. അത് നമ്മളെ കൈ കൊണ്ട് നടക്കും. ഒരു സാധനം റിപ്പയറായി കഴിഞ്ഞാൽ, ഒരു ടി വി റിപ്പയറായാലോ നിങ്ങളെ വാച്ച് റിപ്പയറായാലോ കയ്യിൽ കെട്ടിക്കൊണ്ട് ഇതൊന്ന് സർവീസ് ചെയ്താന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യാൻ സാധിക്കുക? പ്രൈസ് ദി ലോർഡ്. മക്കൾക്കൊരു അസുഖം വന്ന് അത് കയ്യിൽ വെച്ചുകൊണ്ട് ഡോക്ടറെ അപ്പുറത്ത് ഇത്രയും ദൂരത്ത് നിന്നുകൊണ്ട് ഡോക്ടറെ തന്നെ ചികിത്സിച്ചതാ എന്ന് പറഞ്ഞാൽ സാധിക്കുക? അങ്ങോട്ട് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് ഏൽപ്പിക്കണം. അങ്ങനെ ആ ഒരു വിശ്വാസം നമ്മളെ അച്ഛനോട് നമുക്ക് ദൈവത്തോട് ഉണ്ടാകണം. ആ വിഷയത്തെ അങ്ങോട്ട് സമർപ്പിച്ചിട്ട് മറന്നു കളയുക. ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്തോ. ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങൾ അങ്ങോട്ട് വിട്ടുകള. എന്നിട്ട് അതിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ ദൈവത്തിന് നന്ദി മാത്രം പറ. ആ വിഷയത്തെക്കുറിച്ച് നന്ദി മാത്രം പറ. എന്നിട്ട് ഓർക്കാൻ നോക്കരുത് അതിനെക്കുറിച്ച്. അത് തനിയെ ഓർമ്മ വരുമ്പോൾ നന്ദി പറയുക. പിന്നെ അതിനെക്കുറിച്ച് സങ്കടപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്ന് ഹോംവർക്ക് ചെയ്തു നോക്ക്. ഈ ഒരു മാസം ചെയ്തു നോക്ക്. ഇത് സമർപ്പണത്തിൻ്റെ നിങ്ങൾക്ക് ആ സമർപ്പണത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. ദൈവം അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് സമർപ്പണം ഞാൻ ബൈബിളിൽ ആദ്യം കണ്ടത് പുതിയ നിയമത്തിലെ അമ്മ മാതാവ് വഴിയാണ്. ഇതാ നിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമർപ്പിച്ച്. ഓർത്തിട്ട് ഇതൊന്നും ചില കാര്യം പിടികിട്ടില്ല. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, പുരുഷനെ കണ്ടിട്ടില്ല, ഗർഭമെന്ന് വെച്ചാൽ ഇതിന് ഒരു മറുപടിയില്ല. ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പോൾ നമുക്ക് ചില കാര്യത്തെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവും കിട്ടില്ല. ചില വിഷയത്തിന് പരിഹാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു നിവൃത്തിയില്ലല്ലോ എനിക്ക്. കല്യാണം നടന്നിട്ടില്ല എൻ്റെ മകൾക്ക്, ഇല്ല മകൻ്റെ വിദ്യാഭ്യാസം, ജോലി, ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഇല്ല എനിക്ക് അയൽക്കാരനെ കൊണ്ട് പ്രശ്നമാണല്ലോ, വല്ലവരും കൊണ്ടൊന്ന് കേസ് കൊടുത്ത് ഒരു വക്കീലെ വയ്ക്കാൻ പോലും കാശില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതേപോലെ ചില കാര്യത്തിന് പെട്ടെന്ന് തീരുമാനമാകണം, അതും സാധിക്കില്ല. അതിനെല്ലാം ഈ ഉടമ്പടി വഴി സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സമർപ്പിക്കുക. സമർപ്പണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? വെറുതെ ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞ് സമർപ്പിച്ച് ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ സമർപ്പണമാകുക? സമർപ്പണത്തിൽ 3 കാര്യങ്ങൾ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ഇതൊരു ക്യാപ്സൂൾ പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. 3 കാര്യങ്ങൾ സമർപ്പണത്തിൽ ഓർക്കുക. അത് പ്രഭാഷകൻ 2-ാം അധ്യായം 2, 3, 4 എടുത്ത് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിലെന്താണെന്ന് വെച്ചാൽ, ദൈവാനുഭവം നിനക്ക് കിട്ടണമെങ്കിൽ, നിനക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ, സമർപ്പണത്തിൽ നിനക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത്, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അത് സമർപ്പിച്ച് കഴിയുമ്പോൾ ശാന്തതയോടെ ഇരിക്കുക. ക്ഷമയോടെ ശാന്തതയോടെ ഇരിക്കുക. ശാന്തത സൂക്ഷിക്കണം. പിറുപിറുക്കരുത്, കരയരുത്. പ്രൈസ് ദി ലോർഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോടും പറയാൻ പോകരുത്. ദൈവമില്ലാതെ വേറെ ആരോടും അതിൻ്റെ പരിഹാരം ചോദിച്ച് പോകരുത്. സങ്കടം പറയരുത്. മുഖത്തിൽ സങ്കടം കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ശാന്തത. ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുക. അതാണ് വിശ്വാസം. അത് ശ്രദ്ധിക്കണം. അപ്പം കറച്ചലായി, ഭക്ഷണം കഴിക്കില്ല, ഉറക്കമില്ല, കാണുന്നവരോടൊക്കെ പ്രശ്നം പറയും. ഇനി ആരൊക്കെ സഹായിക്കാൻ വരുമെന്ന് ലിസ്റ്റ് എഴുതും. അവരെ വിളിച്ച് ചോദിക്കും, ഇവരെ വിളിച്ച് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരാളെ കൊണ്ട് സാധിക്കില്ല. വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനിയും വഷളാക്കേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏറ്റവും വിശ്വാസം ഈ ലോകത്തിൽ വിശ്വാസമുള്ളവരുടെ അടുത്ത് കൊടുത്താലും അത് കുളമാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരിഹാരമൊന്നും അതിന് കിട്ടാൻ പോകുന്നില്ല. അത് ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കുക. ശാന്തത ആദ്യം വേണം. പ്രൈസ് ദി ലോർഡ്. മിണ്ടരുത്. അതേപോലെ സങ്കടം മുഖത്ത് കാണരുത്. കരച്ചിലും പിറുവിറുപ്പ് പാടേയില്ല.
എന്നിട്ട് ഇത് വല്ലവരോട് ദേഷ്യവും കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന മുടങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തത്, ആദ്യം ചെയ്യേണ്ടത് അതാണ്. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ്, ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുക. ദൈവ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? അത് നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ സഹനത്തെക്കുറിച്ച് നീ അതിനെ കാണരുത്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നമുക്ക് എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ, നമുക്കൊരു സഹനമോ ഒരു പ്രശ്നമോ മനസ്സ് സങ്കടപ്പെടുന്ന ഒരു വിഷയം നടന്ന ആരെങ്കിലും നിന്നെ അപമാനിച്ചു കഴിഞ്ഞാലും അവൻ ഒരു പ്രാവശ്യമായിരിക്കും നിന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്. നമ്മൾ അത് ചിന്തിച്ച് അതിനെ കൂടുതലാക്കും, പ്രശ്നമാക്കും. പ്രൈസ് ദി ലോർഡ്. ആ വേദന അങ്ങോട്ട് കൂടുതലാക്കി കളയും. സഹനം ഒറ്റ സഹനമേ വന്നിട്ടുള്ളൂ. അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലിരുന്ന് നമ്മൾ മാറിപ്പോവും, ലോകത്തിലേക്ക് വരും. ഹല്ലേലൂയ. അത് മത്തായി 14:30 കാണുമ്പോൾ, ഈശോ കൊടുങ്കാറ്റ് വന്നപ്പോൾ വെള്ളത്തിൽ കൂടി നടന്നു വന്ന്, അപ്പോൾ പത്രോസും ഈശോടുത്ത് ചോദിക്കും, ഞാൻ നടന്നു വരട്ടെ എന്ന്. അപ്പോൾ ദൈവം പറയും നടന്നു പോകാമെന്ന് പറയും. അപ്പോൾ വഞ്ചിയിരുന്ന് ഇറങ്ങി നടന്നു പോകുമ്പോഴത്തേക്കും ഈശോനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ മുങ്ങിപ്പോകില്ല. പത്രോസ് ഭംഗിയായിട്ട് നടന്നു വരും, സന്തോഷത്തോടെ ഇരിക്കും. ആ കണ്ണങ്ങോട്ട് മാറ്റി കൊടുങ്കാറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും മുങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് നിനക്കൊരു സഹനം വരുമ്പോൾ, സമർപ്പിച്ച് കഴിയുമ്പോൾ, സമർപ്പിച്ച വിഷയത്തിലേക്കില്ല നോക്കേണ്ടത്. ആരോടാണ് നീ സമർപ്പിച്ചതോ അങ്ങനെയാണ് നോക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തേക്ക് നോക്കണം. നീ പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ നീ മുങ്ങിപ്പോ, ആ പ്രശ്നത്തിലേക്ക് പോയി ചാടും. നീ അതിൽ തന്നെ കടന്നു. നീ പ്രശ്നത്തിലായിരിക്കും പിന്നെ ജീവിക്കുക. നീ അത് വിട്ടുകള, അതിലേക്ക് നോക്കരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. വിട്ടുകള. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഒറ്റ പ്രാവശ്യം നീ ഈശോടത്ത് പറഞ്ഞാൽ മതി. അമ്മ വഴി ഈശോടത്ത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് അമ്മയെടുത്ത് സമർപ്പിക്കുക. ഉടമ്പടിയിൽ പ്രത്യേകമുണ്ട്, നീ സങ്കടപ്പെടരുത്, എപ്പോഴും സന്തോഷമായിരിക്കുക. അതൊക്കെ ഉപവാസമാണ്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടപ്പെടുന്ന വിഷയമാണെങ്കിൽ, ചില കുടുംബത്തിൽ ദാമ്പത്യം തകർന്നിരിക്കുക, ഭർത്താവ് അടുത്തേക്ക് വരില്ല, ഭാര്യ അടുത്തേക്ക് വരില്ല, അതെല്ലാം ഒരു കൊന്ത ചൊല്ലിയാൽ മതി. ആ സമയത്ത് അതൊരു ഉപവാസമായിട്ട് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുത്തവരാണെങ്കിൽ അത് ഒരു ഉപവാസമായിട്ട് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഏതൊരു വിഷയമാണെങ്കിലും അത് ആ വിഷയത്തേക്കില്ല നോക്കേണ്ടത്. നീ നോക്കേണ്ടത് നിൻ്റെ ദൈവത്തേക്ക് എന്ന് വെച്ചാൽ എപ്പോഴും പ്രാർത്ഥിക്കണം, നന്ദിയോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പോയിൻ്റ്, ആക്സെപ്റ്റ് ദി സിറ്റുവേഷൻ. നീ അംഗീകരിക്കുക. നിനക്ക് വന്ന സഹനത്തെ, നിനക്ക് വിളമ്പപ്പെട്ടത് നീ ഭക്ഷിക്കുക. ലൂക്കാ 10:8. ആ സീറാക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാഷകൻ 2-2 അധ്യായം 2, 3, 4 നമ്മൾ ധ്യാനിക്കണം സമർപ്പണത്തിന്. അതിലുണ്ട് മൂന്നാമത്തെ പോയിൻ്റ്, നീ അംഗീകരിക്കുക, അതിനെ റിജക്റ്റ് ചെയ്യരുത്. അംഗീകരിക്കുക. എങ്ങനെയാണ് അംഗീകരിക്കുക? ഇതെൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് എൻ്റെ ദൈവം. ഇത് കാര്യം ഞാൻ മിനിയാന്ന് എൻ്റെ പ്രാർത്ഥന ക്ലാസ്സിൽ പറയണ്ടായി. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മളെ ഫ്ലൈറ്റിൽ ലഗേജ് കയറ്റണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്തിട്ടാണ് കയറ്റുന്നത്. അത് സ്ക്രീൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിൽ അപകടമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ പെട്ടി നമ്മളെ കയ്യിൽ തന്നു വിടും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നിനക്ക് വരുന്ന എല്ലാ പ്രശ്നവും, നിൻ്റെ മനസ്സിന് അത് എത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയാലും അത് ദൈവം സ്ക്രീൻ ചെയ്തിട്ടാണ് നിൻ്റെ കയ്യിൽ അയക്കുന്നത്. അതുകൊണ്ട് നീ പേടിക്കേണ്ട, അപകടമൊന്നും സംഭവിക്കില്ല. ദൈവം അനുവദിച്ച് തന്ന, എന്തിനാ അനുവദിച്ച് തന്നതെന്ന് വെച്ചാൽ നിന്നെ കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്.
ദൈവം നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെക്കുറിച്ചുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, നിന്നെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം സഹനങ്ങളെ അനുവദിച്ച് കൊടുക്കുന്നതാണ്. ദൈവം അറിയാതെ നിനക്ക് വന്നിട്ടില്ല. സമർപ്പിക്കുന്നവർക്ക് ഈ ഒരു ബോധ്യം, അവബോധം ഉണ്ടാകണം. അപ്പം നിൻ്റെ കയ്യിൽ ദൈവം അത് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ട് അത് അംഗീകരിക്കുക. നന്ദിയോടെ, ദൈവമേ നീയല്ല അനുവദിച്ച് തന്നത്, നീ ഇതിൽ എനിക്ക് എന്തോ നന്മ കണ്ടിട്ടുണ്ട്, നന്ദി ദൈവമേ. അത് പറയുമ്പോഴത്തേക്ക് അത് കൃപയായിട്ട് മാറും. ഇല്ല, അതിനെക്കുറിച്ച് നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് പ്രശ്നമായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിനക്ക് വരണ പ്രശ്നത്തെ നീ അത് അംഗീകരിച്ച് അത് നന്ദി പറയുക. ആ കൃപയിൽ നീ വളരും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ചിലവർ എന്നോട് കൗൺസിലിങ്ങിന് ചില കൂട്ടർ എന്നോട് പറയാറുണ്ട്, പലവരും പല രീതിയിലാണ്. ചിലവർ പ്രശ്നത്തെക്കുറിച്ച് പിറവർക്കും കറിയും. ചിലവർ പറയും എനിക്കിത് ദൈവം അനുവദിച്ച് തന്നതാണ്, എനിക്ക് പക്ഷേ വലിയ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറയും. എന്നാലും ഞാൻ സമർപ്പിച്ചിരിക്കുക, ദൈവം അനുവദിച്ച് തന്നാന്ന് ആര് പറയണോ, ഞാൻ ആ സമയത്ത് എന്നോട് പ്രാർത്ഥന ചോദിക്കുന്നവരോട് ഞാൻ പറയും, എൻ്റെ ചില പേയ്മെൻറ്റൊക്കെ അവിടെ ബ്ലോക്കായി കിടക്കണ്ടാവും എൻ്റെ കച്ചവടത്തിൽ. ഞാൻ പറയും ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. എന്താ, എനിക്കറിയാം അവർ കൃപയിൽ നിറഞ്ഞിരിക്കുക. അവർക്ക് ഈ സഹനം ദൈവം അനുവദിച്ച് തന്നത് കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത് അത്ഭുതകരമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, അത് എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഞാൻ ഇത് അസുഖമായിട്ട് കിടപ്പിലാകുമ്പോൾ വല്ലവരും ആരെങ്കിലും കാലുവേദനയല്ല എന്തെങ്കിലും വേദനയാണെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീരെ നിവർത്തിയില്ല, എണീക്കാൻ സാധിക്കില്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പോൾ അവർക്ക് അനുഭവമായിട്ട് മാറുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് 1 കൊരിന്ത്യർ 6:9-10 ഞാൻ ദരിദ്രനാണെങ്കിൽ പോലും ഞാൻ പലവരെയും സമ്പന്നനാക്കും, എൻ്റെ ബലഹീനതയിൽ ഞാൻ പലവരെയും ശക്തിപ്പെടുത്താറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സെൻറ്റ് പോൾ പറയുന്ന എന്ന് വെച്ചാൽ നിൻ്റെ ബലഹീനത, നിന്നെ ബലഹീനതയിലേക്ക് ദൈവം അനുവദിച്ച് കൊടുക്കുന്നത് പലവരെയും നിന്നെക്കൊണ്ട് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, പലവരും ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ കൃപയിൽ നിറച്ച് നിൻ്റെ കുടുംബം, ചിലപ്പോൾ നിൻ്റെ ഭർത്താവാകാം, മക്കളാകാം, ആ സമയത്താണ് നിനക്കൊരു സഹനം വരുമ്പോൾ അത് എങ്ങനെ ഏറ്റെടുക്കുക. ആ സഹനം, നന്ദി ദൈവമേ, എന്നെ നീ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്, എന്നെ കൃപയിൽ നിറച്ചിരിക്കുകയാണ്, ഞാൻ ഈ കൃപ കൊണ്ട് നീ നിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിൻ്റെ കൺമുമ്പിൽ ദൈവം കാണിച്ചു തരും നിന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അപ്പം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയാണ്, നമ്മളുടെ കയ്യിൽ അക്കൗണ്ടിൽ കാശില്ലാതെ നീ മധ്യസ്ഥം പ്രാർത്ഥിച്ചത്, നിൻ്റെ അക്കൗണ്ടിൽ കാശില്ലാതെ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുപോലെ അക്കൗണ്ടിൽ കാശില്ലാതെ നീ വല്ലവർക്ക് ചെക്ക് എഴുതി കൊടുത്താൽ അത് വണ്ടി ചെക്കാണ്, അതുകൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാകില്ല. അപ്പം നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നിൻ്റെ അക്കൗണ്ടിൽ കാശുണ്ടാകണം, അത് കൃപയുണ്ടാകണം. ആ കൃപ നിന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് മധ്യസ്ഥം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ കൃപയിൽ നിറപ്പിക്കുന്നത്. കൃപയിൽ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് സഹനം അനുവദിച്ച് തരുന്നതാണ്. ആ സഹനം നീ ഏറ്റെടുക്കണം നന്ദിയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാകണം. എൻ്റെ ദൈവത്തെക്കുറിച്ച് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. ആ ഒരു അവബോധം നിനക്കുണ്ടാകണം. എൻ്റെ പ്രശ്നമൊക്കെ നിസ്സാരമാണ്, എനിക്ക് വലുതായിരിക്കാം ആ പ്രശ്നം, ഈ ലോകത്തിന് അത് വലുതായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവത്തിന് അത് നിസ്സാരമാണ്. ഇത് അപ്പം ഞാൻ ശാന്തതയോടെ ഇരിക്കും, ദൈവ സാന്നിധ്യത്തിലിരിക്കും, ഇത് ഞാൻ ഏറ്റെടുക്കും നന്ദിയോടെ. പിറുപിറുക്കില്ല, കുറ്റം പറയില്ല, സങ്കടപ്പെടില്ല. ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ സഹന സമയത്താണ് നീ കാരുണ്യ പ്രവൃത്തി ചെയ്യേണ്ടത്. കാരുണ്യ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലുത്. അതിന് നിനക്ക് കൃപയുണ്ടാകണം, അതിന് ദൈവം അനുവദിച്ച് തരുന്നതാണ്.